ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ പോത്തിനെ അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോത്തിനെ കാണിച്ചു തരാം. സോ ഇത് പോത്തിനെ അയച്ചു വിട്ടിട്ടുണ്ട് പറയും. മിക്കൂസ് ഇതാ ഉറങ്ങി അണിച്ചിട്ട് വന്നതാണ് കേട്ടോ ഗൈസ്. നമുക്ക് പോത്തിനെ കാണിച്ചു തരാം. നമ്മൾ പോത്തുകൾ അയച്ചു വിട്ടിട്ട് മാറ മാറ ഇവരും മാറില്ല. ഞാൻ വേണമെങ്കിൽ അപ്പുറത്തെ വഴി കൂടെ പോകും. എഴുത്തിനെയും കൂടെ ഇപ്പോൾ അഴിച്ചു വിടുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയിലെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ തൊഴുത്ത് എത്ര ക്ലീൻ ചെയ്ത് പുകയിലിട്ടാണ് പോയെന്ന്. ഇപ്പോൾ കണ്ട ഇന്നലെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇന്ന് അത്രയ്ക്ക് രാവിലേക്ക് വേഗം കഴിയുന്ന പണിയേ ഉള്ളൂ. ശരത്തെ ഇന്നലെ ഞാൻ ചെയ്യണം. അവനെ എടുക്ക് മോഹിച്ചു. അതൊന്നും ശരിക്കും ഇത് ഡോക്ടറെ കൊണ്ട് കാണിക്കണം. ചിലപ്പോൾ എല്ലിന് പ്രശ്നം ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇതാ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ മിക്കൂസ് പറഞ്ഞു അപ്പു വാരി കളയും അമ്മ, എന്നെ എടുക്ക് പറഞ്ഞു. അതുകൊണ്ടിന്ന് അപ്പുവിനാണ് ഡ്യൂട്ടി. ഇത് സ്വത്തേ പിടിച്ച് എനിക്ക് കൈവേദനിക്കണം. തണുത്തിട്ടേ രാവിലെ മഞ്ഞാല് അതിലെന്തിനാ തൊടണ? വേണ്ട വിട്. ഇത് അപ്പിയല്ല, അത് തവിടാണ് ഗൈസ്. അപ്പം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ തൊഴുത്ത് നോക്ക് വളം കൂട്ടി വെച്ചിരിക്കുന്നത് അവിടെയാണ്. നോക്ക് രാവിലെ എനിക്ക് ഈ തൊഴുത്ത് ക്ലീൻ ചെയ്യലുണ്ട ഗൈസ് ഒരു പണി. പിന്നെ അടുത്ത പണി അപ്പൂന് പോത്തിൻ്റെ കൂടെ ഓടലാണ് ഗൈസ്. നമ്മളിവിടുത്തെ നേന്ത്രക്കോലയൊക്കെ വെട്ടിയിട്ട് അപ്പോൾ നേന്ത്രക്കോല പഴുത്തുണ്ടാവില്ലേ? മിക്കൂസിന് പഴമില്ല. അപ്പോൾ നമ്മളിതാ തൊഴുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. പോത്തിൻ്റെ അടുത്ത് പോവാം. അപ്പൂന് കൈ വേദനിക്കണം പറയണം ഗൈസ്. അപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൂൻ്റെ കൈക്കിട്ട് ചെറിയ പണി കിട്ടിയത് കൊണ്ട് അപ്പൂന് കൈക്കോട്ടുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് തൊഴുത്തൊന്ന് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളം പോലെ ആകുമ്പോൾ പെട്ടെന്ന് അടിച്ചാൽ വരും. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയതുകൊണ്ട് അടിച്ചിട്ടൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മുടെ കന്നുകാലികളെ കെട്ടിയിടുന്ന തൊഴുത്ത് നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടണം. വളമൊക്കെ വാരി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അടിച്ച് ആ വളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം കേട്ടോ ഗൈസ്. അല്ലാന്നുണ്ടെങ്കിൽ വൃത്തിയോടെ കിടക്കും. പിന്നെ ഈച്ച, കൊതുക് അതൊക്കെ അവരെയും കടിക്കും. പിന്നെ അതുപോലെ തന്നെ പോത്തുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അതായത് ഈ കുളമ്പ് രോഗമൊക്കെ കൂടുതൽ വരുന്നത് ഈ വളത്തിൽ തന്നെ അവർ ഈ ഇട്ട വളത്തിൽ തന്നെ ചവിട്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഈ കുളമ്പ് രോഗം പോലുള്ള ഇതൊക്കെ കന്നുകാലികൾക്കൊക്കെ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കാലിൽ വളം പറ്റി നിൽക്കുന്ന രീതിയിൽ ഉള്ള വളമൊന്നും അവിടെ ഇല്ലാണ്ടാക്കുക. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിടുക. പിന്നെ അതിനുശേഷം രാവിലെ നമ്മൾ തോട്ടിൽ കൊണ്ടുപോയി കഴുകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ വളമൊക്കെ വാരിയതിന് ശേഷം പിന്നെ വൈക്കോലൊക്കെ കുറച്ചിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടിച്ച് ഇന്നലെ പുകയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പുകയിടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് വെള്ളം കൂടി ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നമ്മൾ പോത്തിനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. പഴയതുപോലെ വീണ്ടും ഇവർ പാടത്തേക്കൊക്കെ ഓടാൻ തുടങ്ങി. എന്നെ ഇന്നലെ കുറേ ഇട്ട് ഓടിച്ചു. എനിക്ക് നല്ല സങ്കടമായി. ഇങ്ങനെ അത്രയ്ക്ക് ഓടി. കാരണം വെള്ളം ഉള്ള പാടമാണ്. അവിടെ മുട്ടിന് വെള്ളം, കനാല് വെള്ളമൊക്കെ വന്ന് പാടത്ത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് മുട്ടിന് വെള്ളമുണ്ട്. അതുകൊണ്ട് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. അപ്പം നമുക്കിത് വെള്ളം കൂടി ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ തൊഴുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.